കേട്ടല്ലോ നിധി, ഇതാണ് കുഴപ്പം. നമുക്ക് ചുറ്റും അസൂയക്കാരാ. വെറുതെ അനാവശ്യം പറഞ്ഞ് പരത്തിക്കോളും. ആ ഇങ്ങനെയും പരദൂഷണം പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഭഗവാൻ. മറ്റുള്ളവര് വഴക്കാണ് പിണക്കമാണെന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോ ഇവർക്ക് എന്ത് മനസമാധാനമാണ് കിട്ടുന്നത് എനിക്കറിയാൻ വയ്യ. ആരാടാ പ്രണവേ? ആരാ നിന്നോട് പറഞ്ഞത്? എന്റെ അടുത്ത് വേറെ ആര് പറയാൻ? അതാണ് ഇപ്പൊ വലിയ കാര്യം. നിങ്ങൾ കഴിക്കാൻ വന്നതാണെങ്കിലേ അങ്ങോട്ട് ഇരുന്ന് ഞാൻ വിളമ്പി തരാം. എന്നാലും അത് അങ്ങനെയല്ലല്ലോ. ഈ അനാവശ്യം പറഞ്ഞു പരത്തിയ ആൾ ആരാണെന്ന് അറിയണമല്ലോ. പ്രണവേ, നീ പറ, ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് നിന്നോട് ആരാ പറഞ്ഞു? അല്ലേടത്തി, ഞാൻ കഴിക്കാനായിട്ട് കഴിക്കാൻ വന്നാണെങ്കിൽ ഇവിടെ ഇരുന്നേ. ഇരിക്കാം അങ്ങോട്ട്. നിങ്ങൾ അങ്ങോട്ട് ഇരുന്നേ. ആ വിഷയം അങ്ങോട്ട് വിടുന്നുണ്ടോ? അല്ല, അത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പറ്റും. വിട്ടാലും ഒരു കുഴപ്പമില്ല. അല്ലടാ പ്രണവേ, ആ വിഷയം വിടുന്നതിൽ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ആ വിഷയം വിട്ടാ കുഴപ്പമുണ്ടോന്ന് ഞാനല്ലോ തീരുമാനിക്കുന്നത്, ഏട്ടന്റെ വേണ്ടത്തിയല്ലേ. എനിക്കറിയണത് ആരാണെന്ന്. എന്നിട്ടിപ്പോ എന്ത് സാധിക്കാനാടാ? ഇരിക്കെവിടെ, നീ എവിടെ ഇരിക്കും. പോട്ടെ ഗൗതം, നമുക്കങ്ങ് വിട്ടേക്കാം. അല്ലെങ്കിലും നമ്മൾ എന്തിനാ ഈ പരദൂഷണക്കാരുടെ പുറകെ പോകുന്നത്? പിന്നല്ലാതെ. നിങ്ങൾ ഇരിക്കേ, ഞാൻ വിളമ്പി തരാം. അവിടെ ഇരിക്കടാ.